ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചനവുമായിട്ട് കണ്ടുമുട്ടുവാൻ സർവകൃപാലുവായ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. നമുക്ക് ദൈവവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നമുക്ക് പ്രചോദനം നൽകുന്നത്, നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, നമുക്ക് ആശ്വാസം നൽകുന്നത്, പ്രത്യാശ നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവവചനവുമായി നമ്മുടെ പുതിയ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ. കഴിഞ്ഞ 89 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 90ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ദിവസവും ഞായറാഴ്ചയും എന്നുള്ള വിഷയമാണ്. വിശുദ്ധ ദിവസവും ഞായറാഴ്ചയും. ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 118:24. സങ്കീർത്തനങ്ങൾ 118:24. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. വാക്യം ഇങ്ങനെയാണ്: ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവവചനത്തിന് വിരുദ്ധമായ അനേകം ഉപദേശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ജനകോടികൾ അറിഞ്ഞും അറിയാതെയും ഇന്ന് തെറ്റിൻ്റെ പിടിയിൽ വീണ് കിടക്കുകയാണ്. പ്രത്യേകിച്ചും വിശുദ്ധ ദിവസത്തിൻ്റെ കാര്യത്തിൽ അനേകർ തെറ്റിൽ വീണ് കിടക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇന്ന് തെറ്റും ശരിയും തിരിച്ചറിയാനാകാത്ത വിധം രണ്ടും കൂടെ കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ മർമ്മം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്താ മനസ്സിലായി? അപ്പൊ തെറ്റും ശരിയും തിരിച്ചറിയാനാകാത്ത വിധം മനുഷ്യവർഗം അകപ്പെട്ട് കിടക്കുന്നതിൻ്റെ കാരണം ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ആരാണ് ഈ ലോകത്തിൻ്റെ ദൈവം? പിശാചിനെ ഈ ലോകത്തിൻ്റെ ദൈവമെന്നാണ് തിരുവചനം വിളിക്കുന്നത്. കാരണം മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ച് പാപത്തിൽ വീണപ്പോൾ ലോകം പിശാചിൻ്റെ വലയിലകപ്പെട്ടു. എങ്ങനെയാണ് പിശാച് മനുഷ്യരെ തെറ്റിൽ വീഴ്ത്തിയത്? സത്യവും വ്യാജവും കൂട്ടിക്കലർത്തി പറഞ്ഞാണ്, അല്ലേ? സത്യവും വ്യാജവും കൂട്ടിക്കലർത്തി പറഞ്ഞാണ്. വിശുദ്ധ ദിവസത്തിൻ്റെ കാര്യത്തിലും അതേ തന്ത്രം തന്നെയാണ് പിശാച് ഇന്നും അനുവർത്തിക്കുന്നത്. സത്യവും വ്യാജവും കൂട്ടിക്കലർത്തിയുള്ള തന്ത്രം. കേൾക്കുന്നവർക്ക് ശരിയാണെന്ന തോന്നലുളവാകുന്ന കള്ളങ്ങളിലൂടെ പിശാച് അനേകരെ തൻ്റെ വലയിൽ ആക്കിയിരിക്കുകയാണ്. ഒരു കഥ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ കുറേ ആളുകൾ സത്യത്തിന് വേണ്ടി കാത്തിരുന്നു. ആർക്ക് വേണ്ടി കാത്തിരുന്നു? സത്യത്തിന് വേണ്ടി. അപ്പൊ തനിക്ക് വേണ്ടി കുറേ ആളുകൾ കാത്തിരിക്കുന്നു എന്ന വാർത്ത കേട്ട സത്യം അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സത്യം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളുള്ള ഗ്രാമത്തിലേക്ക് പോയി. അന്ന് വളരെ ചൂടുള്ള ഒരു ദിവസമായിരുന്നു. സത്യം ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ചൂടും ആവിയും വേവും ഒക്കെ കൂടി വന്നു. സത്യത്തിന് വളരെ ക്ഷീണമായി. അങ്ങനെ പോകുമ്പോഴാണ് വളരെ കുളിർമയുള്ള ജലം നിറഞ്ഞ ഒരു തടാകത്തിനരികിൽ സത്യം എത്തിച്ചേർന്നു. അപ്പോൾ സത്യത്തിന് വളരെ സന്തോഷമായി. ഈ തടാകത്തിലൊന്ന് മുങ്ങി കുളിച്ചാൽ തൻ്റെ ക്ഷീണമെല്ലാം പമ്പ കടക്കും. അതുകൊണ്ട് സത്യം തന്നെ നിർമ്മലമായ വെള്ളവസ്ത്രങ്ങൾ അഴിച്ച് അടുത്ത് കണ്ടൊരു മരക്കൊമ്പിൽ തൂക്കിയിട്ടിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി കുളി ആരംഭിച്ചു. അപ്പൊ സത്യം ഇപ്രകാരം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളുള്ള ഗ്രാമത്തിലേക്ക് പോയിരിക്കുന്ന വാർത്ത കള്ളമറിഞ്ഞു. കള്ളവും അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. നമുക്കറിയാം, സത്യം ഒരു സ്ഥലത്ത് പോകുവാൻ കാലിൽ ചെരുപ്പ് കെട്ടുമ്പോൾ കള്ളം 100 മൈൽ സഞ്ചരിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ സത്യത്തിന് മുമ്പേ ആരെത്തും? കള്ളമെത്തും. അപ്പൊ സത്യത്തിന് പുറകെ കള്ളവും വെച്ച് പിടിച്ചു. കള്ളത്തിനും വളരെ ക്ഷീണം അനുഭവപ്പെട്ടു. വളരെ ചൂടുള്ള ദിവസമായിരുന്നു. അങ്ങനെ കള്ളവും യാത്ര ചെയ്ത് തടാകത്തിനടുക്കലെത്തി. കള്ളത്തിന് വളരെ സന്തോഷമായി. ഈ തടാകത്തിനൊന്ന് മുങ്ങിക്കുളിച്ചാൽ തൻ്റെ ക്ഷീണമെല്ലാം മാറും. അപ്പോഴാണ് കള്ളം ഒരു കാര്യം കണ്ടത്. അതാ സത്യത്തിൻ്റെ വെള്ളവസ്ത്രങ്ങൾ ഒരു മരക്കൊമ്പിൽ തൂക്കിയിട്ടിരിക്കുന്നു. സത്യം വെള്ളത്തിൽ കുളിക്കുകയാണ് അവിടെ. അപ്പം കള്ളം ഒരു കാര്യം തീരുമാനിച്ചു, താൻ ഇന്ന് കുളിക്കുന്നില്ല.
കള്ളം വേഗം തന്റെ മുഷിഞ്ഞ അഴുക്ക് വസ്ത്രങ്ങൾ ഉരിഞ്ഞവിടെ ഇട്ടിട്ട് സത്യത്തിന്റെ വെള്ളവസ്ത്രങ്ങൾ എടുത്ത് അണിഞ്ഞുകൊണ്ട് സത്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളുള്ള ഗ്രാമത്തിലേക്ക് പോയി. അങ്ങനെ കള്ളം ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. കള്ളത്തെ കണ്ടതും വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞു ചെന്നിരിക്കുകയാണ്. കള്ളത്തെ കണ്ടതും ആളുകൾ വിളിച്ചു പറഞ്ഞു, ഇതാ സത്യം വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ ആ ഗ്രാമത്തിലെ പ്രായമായ അപ്പച്ചൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഇത് സത്യമല്ല, ഇത് സത്യത്തിന്റെ പുറംചട്ട അണിഞ്ഞിരിക്കുന്ന കള്ളമാണ്. പക്ഷെ ഭൂരിപക്ഷം പേരും കള്ളത്തെ സ്വീകരിച്ചു, അവരത് വിശ്വസിച്ചില്ല. ഇനി നമുക്ക് ആ തടാകക്കരയിലേക്കൊന്ന് പോകാം. അവിടെ സത്യം കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം കുളിയൊക്കെ കഴിഞ്ഞ് കരയ്ക്ക് കയറി ഞെട്ടിപ്പോയി. തൻ്റെ വെള്ളവസ്ത്രങ്ങൾ കാണുവാനില്ല. സത്യത്തിനാകെ പരിഭ്രമമായി. സത്യം ചുറ്റുപാട് നോക്കിയപ്പോൾ അതാ കള്ളത്തിൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കിടക്കുന്നു. അപ്പം സത്യത്തിന് കാര്യം പിടികിട്ടി, ഇത് കള്ളം പറ്റിച്ച പണിയാണ്. പക്ഷെ താനെന്ത് ചെയ്യും? തനിക്ക് കള്ളത്തിൻ്റെ വസ്ത്രം അണിയാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോവുകയും വേണം. അതുകൊണ്ട് സത്യം ഒരു കാര്യം തീരുമാനിച്ചു, നഗ്നനായിട്ട് പോവുക. അങ്ങനെ സത്യം യാത്ര തിരിച്ചു, ഗ്രാമത്തിലെത്തിച്ചേർന്നു. സത്യം ഗ്രാമത്തിലെത്തിച്ചേർന്നതും ഗ്രാമത്തിലെ പ്രായമായ അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു, ഡിയർ പീപ്പിൾ, ഹിയർ കംസ് ദി ട്രൂത്ത്, ദി നെക്കഡ് ട്രൂത്ത്. ഇതാ സത്യം വന്നെത്തിയിരിക്കുന്നു, നഗ്നസത്യം. പക്ഷെ ഭൂരിപക്ഷം പേര് നേരത്തെ കള്ളത്തെ പിടിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ന് വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സത്യം, നഗ്നസത്യം വിളിച്ചു പറയുമ്പോൾ ഭൂരിപക്ഷവും കള്ളത്തെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. തിരുവചനം പറയുന്നു, സങ്കീർത്തനം 118:24, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച ആനന്ദിക്കാം. അപ്പം നാം ദൈവസേനയിൽ സന്തോഷിക്കുവാൻ, ദൈവസേനയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരു വിശുദ്ധ ദിവസത്തെ നമുക്കുണ്ടാക്കി നൽകിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ആളുകൾ പറയാറുള്ളൊരു വാചകം ഇങ്ങനെയാണ്, പാസ്റ്റർ, എല്ലാം ദൈവം ഉണ്ടാക്കിയ ദിവസമല്ലയോ? എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടില്ലയോ? ഏത് ദിവസം ആരാധിച്ചാൽ എന്താ? എല്ലാം ദൈവത്തെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്? നമുക്കും തോന്നുന്നു ശരിയല്ലേ എന്ന്. അങ്ങനെയുള്ളവരോട് തിരിച്ച് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം, കായീനും ഹാബേലും ദൈവത്തെ ആരാധിപ്പാൻ പോയി. രണ്ടുപേരും യാഗം കഴിച്ചു. ഒരാളിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കായീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. എന്താ കാരണം? കായീൻ കൃഷിഫലങ്ങളാണ് യാഗം കഴിച്ചത്. ആടിനെ യാഗം കഴിക്കണം, മൃഗത്തെ യാഗം കഴിക്കണം എന്ന വ്യവസ്ഥ ലംഘിച്ചത് കൊണ്ടാണ് കയീൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതെ. അപ്പം നമ്മൾ പറയുക, അതിപ്പോൾ യാഗവസ്തു എന്തായാലും എന്താ, എല്ലാം ദൈവം ഉണ്ടാക്കിയ വസ്തുക്കളല്ലേ, എന്തെങ്കിലും ദൈവത്തെ യാഗം കഴിച്ചാൽ പോരാ. ദൈവം എന്ത് യാഗം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നു അത് യാഗം കഴിക്കണം. അതുകൊണ്ടാണ് കായീൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നത്. അടുത്ത ചോദ്യം, അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ആരാധിക്കാൻ പോയി. രണ്ടുപേരും മരിച്ചുപോയി, ആരാധിച്ച് മരിച്ചുപോയി. എന്താ കാരണം? അവർ ദൈവസന്നിധിയിൽ അന്യാഗ്നി കത്തിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ മിടുക്കന്മാരാതെ എന്ത് പറഞ്ഞേനെ, അയ്യോ എൻ്റെ പാസ്റ്ററെ, ഇപ്പൊ തീ ഇപ്പൊ ഏതായാലും എന്താ, എല്ലാം ദൈവം ഉണ്ടാക്കിയ തീയല്ലേ, ഏതെങ്കിലും തീ കത്തിച്ചാൽ പോരാ. യാഗപീഠത്തിൽ തീ കത്തിക്കണമെന്നാണ് ദൈവവചനത്തിന്റെ വ്യവസ്ഥ. അത് ലംഘിച്ചത് കൊണ്ടാണ് രണ്ടെണ്ണവും തട്ടിപ്പോയത്. ഇനി 3, ദാവീദ് ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്നും യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ 30,000 മിടുക്കന്മാരുമായിട്ട് അങ്ങോട്ട് പോയി. ഉസ്സ എന്ന മിടുമിടുക്കന്റെ ദാരുണമായ അന്ത്യം കണ്ട് പെട്ടകം കൊണ്ടുവരാതെ മടങ്ങിപ്പോന്നു. അപ്പൊ നമ്മൾ പറയുക, അതിപ്പോ പെട്ടകം കൊണ്ടുവരാൻ ആര് പോയാലെന്താ, എല്ലാം ദൈവം സൃഷ്ടിച്ച മനുഷ്യരല്ലയോ, ആരെങ്കിലും പോരാ. അതിനായിട്ട് ദൈവം നിയോഗിച്ചവർ തന്നെ പോകണം. അല്ലാഞ്ഞതുകൊണ്ടാണ് പെട്ടകത്തെ തൊട്ടവൻ തട്ടിപ്പോയത്. 4ാമത്തെ ചോദ്യം, മോശയെക്കുറിച്ച് ദൈവം ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനത്രേ, പക്ഷെ കനാൻ ദേശത്ത് കാലുകുത്തിയില്ല. എന്താ കാരണം? പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ പാറയെ അടിച്ചു. അപ്പൊ നമ്മൾ പറയുക, അതിപ്പം കൽപ്പിച്ചാലെന്തോ അടിച്ചാലെന്തോ, വെള്ളം പുറപ്പെട്ടാൽ പോരാ. ദൈവം അടിക്കാൻ പറഞ്ഞാൽ അടിക്കണം, കൽപ്പിക്കാൻ പറഞ്ഞാൽ കൽപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എല്ലാം ദൈവം ഉണ്ടാക്കിയ ദിവസങ്ങളാണ്, ഏതെങ്കിലും ദിവസം ആരാധിച്ചാൽ പോരാ. ദൈവം ആരാധിക്കാൻ പറഞ്ഞാൽ പറയുന്ന ദിവസത്തിൽ ആരാധിക്കണം. ദൈവം തെക്കോട്ട് പോകാൻ പറയുമ്പോൾ വടക്കോട്ട് പോയിട്ട് എല്ലാം ദൈവം ഉണ്ടാക്കിയ ദിക്കുകളല്ലേ, എങ്ങോട്ടെങ്കിലും പോയാൽ പോരെന്ന് പറഞ്ഞാൽ അത് അനുസരണക്കേടാണ്. അപ്പൊ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് നാം ശരിക്കും
വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനക്കാരായിട്ട് മാറുന്നത്. തിരുവചനം പറയുന്നു, സങ്കീർത്തനം 118:24, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. അപ്പം നാം ദൈവസന്നിധിയിൽ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഉണ്ടാക്കി തന്നിരിക്കുന്ന ദിവസം ഏതാണ്? മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. പിന്നെ അവിടുന്ന് അവരോട്, മനുഷ്യൻ ശബത നിമിത്തമല്ല, ശബത മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. ഇംഗ്ലീഷിൽ എന്താ വായിക്കുന്നത്? ദി സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ ആൻഡ് നോട്ട് മാൻ ഫോർ സാബത്ത്. മനുഷ്യൻ ശബദിന് വേണ്ടിയല്ല, ശബത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. ദി സാബത്ത് വാസ് മെയ്ഡ് ഫോർ മാൻ. അപ്പൊ ദൈവം ഉണ്ടാക്കിയ വിശുദ്ധ ദിവസം സാബത്ത്, ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബത്. അപ്പൊ ദൈവം എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ദിവസത്തെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തത്? പുറപ്പാട് 20:8-11 വരെ ശബത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. വേറെ ഏതെങ്കിലും ദിവസത്തെ ശുദ്ധീകരിക്കാനല്ല, ശബത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും, നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും, നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ലേവ്യ 23:3, 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന സ്വസ്ഥതയ്ക്കുള്ള ശബത്. അപ്പൊ എല്ലാം ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്. പക്ഷെ വിശുദ്ധ സഭായോഗം കൂടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം 7-ാം ദിവസമായ ശബത് ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. നാം തിരുവചനത്തിലെ 66 പുസ്തകങ്ങൾ പഠിച്ചാലും അവിടെ എങ്ങും വിശുദ്ധ ശബദിലുള്ള ആരാധനയെക്കുറിച്ചല്ലാതെ മറ്റൊരു ആരാധനാ ദിവസത്തെക്കുറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ലോകത്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികളിൽ ഭൂരിപക്ഷവും 7-ാം ദിവസത്തെ വിട്ടിട്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഞായറാഴ്ച ആരാധിക്കുന്നവരാണ്. ഇങ്ങനെ കേൾക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഞായറാഴ്ച ആരാധിക്കുന്നവരാണ്. ഇത് രാവിലെ പള്ളി പാലിക്കുന്നവരാണ്. നാം ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം നമ്മുടെ വീടിന്റെ പടിക്കൽ നിന്നുകൊണ്ട് അതുവഴി ആരാധനയ്ക്ക് പോകുന്നൊരു സഹോദരനെ സഹോദരിയെ കാണുമ്പോൾ ചോദിക്കുക, സഹോദര എവിടെ പോവുക? ഞങ്ങൾ ആരാധനയ്ക്ക് പോവുക. അതെന്താ നിങ്ങൾ ഇന്ന് ആരാധനയ്ക്ക് പോകുന്നത്? അത് ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ടാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്നത്. ഈ ഉത്തരമായിരിക്കും കിട്ടുക. നമ്മൾ അമേരിക്കയിൽ ചെന്ന് ചോദിച്ചാലും, ഓസ്ട്രേലിയയിൽ ചെന്ന് ചോദിച്ചാലും, ആഫ്രിക്കയിൽ ചെന്ന് ചോദിച്ചാലും, ഇംഗ്ലണ്ടിൽ പോയി ചോദിച്ചാലും, ലോകത്തിന്റെ ഏത് കോണിൽ പോയി ചോദിച്ചാലും ഇതാ ഉത്തരം. എന്താ? ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ആരാധനയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ആരാധനയുമായിട്ട് ഒരു ബന്ധവുമില്ല. നമുക്കൊന്ന് പരിശോധിക്കാം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ, നമുക്ക് എത്ര വർഷം നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല, കോടാനുകോടി വർഷങ്ങൾ സ്വർഗത്തിലായിരുന്നു. അന്ന് സ്വർഗത്തിൽ ആരാധന ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ കർത്താവിനെ ആരാധിച്ചിരുന്നു. എന്താ കാരണം? യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണോ? അല്ല. യേശു സകലത്തിന്റെ സൃഷ്ടിതാവായതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൂതന്മാർ യേശുവിനെ ആരാധിച്ചത്. ഇനി യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിനും 4000 വർഷങ്ങൾ മുമ്പ്, 4000 വർഷത്തോളം ഈ ഭൂമിയിലെ ജനങ്ങൾ കർത്താവിനെ ആരാധിച്ചിരുന്നു. എന്താ ആരാധനയുടെ കാരണം? യേശു ഉയർത്തെഴുന്നേറ്റതാണോ? അല്ല. യേശു സകലത്തിന്റെ സൃഷ്ടിതാവായതുകൊണ്ട് അവർ യേശുവിനെ ആരാധിച്ചത്. ഇനി യേശു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ വിദ്വാൻമാർ യേശുവിനെ നമസ്കരിച്ചു, അല്ലെങ്കിൽ ആരാധിച്ചു. എന്താ കാരണം? ഈ യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണോ? അല്ല. ജനിച്ചിരിക്കുന്നത് ലോകത്തിന്റെ സൃഷ്ടിതാവായ ദൈവമാണെന്ന് വിദ്വാൻമാർ മനസ്സിലാക്കിയതുകൊണ്ടാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കനാന്യ സ്ത്രീ യേശുവിനെ നമസ്കരിച്ചു, ആരാധിച്ചു. എന്താ കാരണം? യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണോ? അല്ല. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സകലത്തിന്റെ സൃഷ്ടിതാവായ ദൈവമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. നാം വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ അനേക വിശ്വാസ വീരന്മാർ കർത്താവിനെ ആരാധിച്ചവരാണ്. എന്താ കാരണം? യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണോ? അല്ല. യേശു സകലത്തിൻ്റെയും സൃഷ്ടിതാവായതുകൊണ്ടാണ്.
അപ്പൊ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പല്ല ആരാധനയുടെ കാരണം, പിന്നെയോ ആരാധനയുടെ കാരണം യേശു സകലത്തിന്റെ സൃഷ്ടിതാവാണെന്നുള്ളത് കൊണ്ടാണ്. തിരുവചനം എന്താ പറയുന്നത്? സങ്കീർത്തനങ്ങൾ 95:6. 95 സങ്കീർത്തനം 6-ാമത്തെ വാക്യം, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അപ്പൊ ആരാധനയുടെ കാരണം എന്താ? നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഉയർത്തെഴുന്നേറ്റത് കൊണ്ടല്ല ആരാധന, പിന്നെയോ അവിടുന്ന് സകലത്തെ നിർമ്മിച്ച ദൈവമായതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് 20:11 എന്താ പറയുന്നത്? 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. അതുകൊണ്ടാണ് വിശുദ്ധ ശബ്ദത്തിൽ ആ ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞത്. അപ്പം 10 കൽപ്പനയിലെ 4-ാമത്തെ കൽപ്പനയിൽ എന്താ പറയുന്നത്? ദൈവം 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് 7-ാം ദിവസത്തെ ആരാധനയ്ക്കായിട്ട് ദൈവം വേർതിരിച്ചു തന്നു. എന്തുകൊണ്ട്? കാരണം ദൈവം സൃഷ്ടാവായതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം വിശുദ്ധ ശബത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവൻ ലോകത്തോട് വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചു പറയുന്നൊരു പരമാർത്ഥമുണ്ട്: ദൈവം എൻ്റെ സൃഷ്ടിതാവാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആരാധനയുടെ കാരണം മാറുന്നുണ്ടോ? ആ പഴയ നിയമത്തിൽ പാസ്റ്ററെ സൃഷ്ടിതാവായതുകൊണ്ട് ആരാധിച്ചത്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ആരാധിക്കണം, അങ്ങനെ ഉണ്ടോ? എന്താ പുതിയ നിയമത്തിൽ ആരാധനയുടെ കാരണം? വെളിപ്പാട് 14:6-7 വാക്യങ്ങൾ, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോടറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷമുണ്ടായിരുന്നു. എന്താ സുവിശേഷം? ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുപ്പീൻ, അവിടുത്തെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ഇനി പറയാൻ ശ്രദ്ധിക്കണമേ, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ, ആരാധിപ്പീൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ആരാധനയുടെ കാരണമോടെ എന്താ പറയുന്നത്? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ ആരാധിക്കണം. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ആരാധനയുടെ കാരണം മാറുന്നില്ല. ആരാധനയുടെ കാരണം യേശു ഉയർത്തെഴുന്നേറ്റതല്ല, പിന്നെയോ യേശു സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്. ഇപ്പം നമ്മൾ പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും ആരാധനയ്ക്ക് ഒറ്റ കാരണമേ ഉള്ളൂ: കർത്താവ് സകലത്തിൻ്റെ സൃഷ്ടിതാവാണ്. കൊലോസ്യ ലേഖനം 1:15 മുതൽ 18 വരെ എന്തു വായിക്കുന്നു? അവിടുന്ന് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവിടുന്ന് മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവിടുന്ന് സകലത്തിനും മുമ്പെയുള്ളവൻ, അവിടുന്ന് സകലത്തിനും ആധാരമായിരിക്കുന്നു. അവിടുന്ന് സഭയെന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവിടുന്ന് ആരംഭവും മരിച്ചവരുടെ നിന്ന് ആദ്യനായിട്ട് എഴുന്നേറ്റവനുമാകുന്നു. അപ്പോൾ നോക്കിയേ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും കാണപ്പെടുന്നതും കാണപ്പെടാത്തതും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. അതാണ് ആരാധനയുടെ കാരണം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് 4:11 പറയുന്നു, കർത്താവേ അവിടുന്ന് സർവവും സൃഷ്ടിച്ചവനും എല്ലാം അങ്ങയുടെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. അപ്പോൾ എല്ലാ ആരാധനയ്ക്കും കർത്താവ് യോഗ്യനായിരിക്കുന്ന അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടല്ല, പിന്നെയോ അവിടുന്ന് സകലത്തിൻ്റെ സൃഷ്ടിതാവായതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആരാധനയ്ക്കൊരൊറ്റ കാരണമേ ഉള്ളൂ: അത് യേശു ഉയർത്തെഴുന്നേറ്റതല്ല, പിന്നെയോ യേശു സകലത്തിൻ്റെയും സൃഷ്ടിതാവാണെന്നുള്ളതാണ്. അതായത് ഉയർത്തെഴുന്നേൽപ്പും ആരാധനയുമായിട്ടൊരു ബന്ധവും ഇല്ല എന്നു സാരം. അതുകൊണ്ട് വചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 118:24, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇപ്പം നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ആനന്ദത്തിനും നാം ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസമായ ശനിയാഴ്ചയായ വിശുദ്ധ ശബതാണ്. അതുകൊണ്ടാണ് യെശയ്യാ 58:13-14 ഇങ്ങനെ വായിക്കുന്നത്, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച്, വേറെ ഏതെങ്കിലും ദിവസം കാലടക്കി വെക്കാനല്ല, ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും.
ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഭൂരിപക്ഷവും തെറ്റിൻ്റെ പിടിയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയാണ്, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ, അതേതാണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നത്, വിശുദ്ധ ശബത്തിൽ നിൻ്റെ കാലടക്കി വെച്ച്. ഇന്ന് അങ്ങനെയാണോ ലോകം? അങ്ങനെയല്ല. അത് ഞങ്ങൾക്ക് സൗകര്യം ഇപ്പോഴാണ് പാസ്റ്ററെ. ഞങ്ങൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ, ഇസ്രായേലിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ, അങ്ങനെയല്ല. എന്നാൽ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ദൈവത്തിനൊരൊറ്റ പ്രമാണമേ ഉള്ളൂ. ആ പ്രമാണത്തിനനുസരിച്ച് ദൈവത്തെ ആരാധിക്കണം. ദൈവം തൻ്റെ പ്രമാണം ജനത്തിന് കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? ഇതാ ഞാൻ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടന്നാൽ അനുഗ്രഹം, വിട്ടുമാറി പോയാൽ ശാപം. പ്രിയമുള്ളവരെ, നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ ശാപത്തിനും ഒക്കെ കാരണം നമ്മൾ തന്നെയാണ്. നാം ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിച്ചാൽ നമുക്ക് അനുഗ്രഹം, നാം ദൈവകൽപ്പന വിട്ട് മാറിപ്പോയാൽ ശാപം. അപ്പോൾ ദൈവം രണ്ട് കാര്യം വെച്ചിരിക്കുകയാണ്, അനുഗ്രഹവും ശാപവും. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നാം ശരിയായ വിശുദ്ധ ദിവസത്തിൽ ആരാധിക്കുന്നവരാണോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പല്ല ആരാധനയുടെ കാരണം. കർത്താവായ യേശുക്രിസ്തു സകലത്തിൻ്റെ സൃഷ്ടിതാവാണെന്നുള്ളതാണ് കാരണം. അങ്ങനെ സൃഷ്ടിതാവാണെന്നുള്ളതിൻ്റെ സ്മാരകമായിട്ടാണ് വിശുദ്ധ ശബദിനെ ദൈവം നൽകിയിരിക്കുന്നത്. വിശുദ്ധ ശബദിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം എൻ്റെ സൃഷ്ടിതാവാണെന്നും നാം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. നമ്മൾ എഹെസ്കേൽ 20:20 എന്താ വായിക്കുന്നത്? ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്നവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബദുകളെ ഞാൻ അവർക്ക് കൊടുത്തു. അപ്പം ദൈവത്തിനും ദൈവജനത്തിനും മധ്യമുള്ള അടയാളം വിശുദ്ധ ശബദാണ്. നമുക്ക് ഏത് അടയാളമുള്ളത്? ദൈവത്തിൻ്റെ അടയാളമാണോ? ദൈവത്തിൻ്റെ പ്രതിയോഗിയുടെ അടയാളമാണോ? ചിന്തിക്കുക പ്രിയമുള്ളവരെ. ദൈവത്തെയും ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസത്തെയും വിട്ട് നാം മറ്റൊരു ദിവസത്തിലേക്ക് പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രതിയോഗിയുടെ അടയാളമുള്ളവരായിട്ട് മാറുകയാണ്. ന്യായവിധി ദിവസത്തിൽ നമ്മൾ എന്ത് കണക്ക് പറയും? ശരിയായ വിശുദ്ധ ദിവസത്തെ ശരിയായി പാലിച്ചുകൊണ്ട് ദൈവവഴികൾ നടക്കാൻ തീരുമാനമെടുക്കാം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ല തീരുമാനത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഏത് ഭാരമായിരുന്നാലും അതിന് പരിഹാരമുണ്ടാകും. നല്ല സമർപ്പണത്തോടെ, നല്ല തീരുമാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ഇന്നടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനത്തിനനുസരിച്ച് അവിടുന്ന് തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ കർത്താവ് അടിയങ്ങളെ വഹിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. വചനം അടിയങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ അടിയങ്ങളെല്ലാവരും നിത്യജീവൻ അവകാശികളായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവെ, കേട്ട വചനത്തിനനുസരിച്ച് അടിയങ്ങൾ മറുതലിച്ചു പോകുന്നവരായിട്ടല്ല, മാനസാന്തരപ്പെട്ട് സത്യത്തിലേക്ക് വരും. ഏത് പ്രതികൂലങ്ങളുണ്ടായാലും സത്യത്തിൽ നിൽക്കുവാൻ, സത്യത്തിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കണമേ. കുടുംബക്കാരെ നോക്കാതെ, പാരമ്പര്യം നോക്കാതെ, സമൂഹത്തെ നോക്കാതെ സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ അനേകരെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും പ്രാർത്ഥിക്കുന്ന പ്രിയമക്കളുടെ ആവശ്യങ്ങളെ കർത്താവ് മാനിക്കണമേ. കഷ്ടതയിലും കണ്ണുനീരിലും ദുഃഖത്തിലും നെടുവീർപ്പിലും സാമ്പത്തികമായ കടബാധ്യതകളിലും ഒക്കെ വലയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടല്ലോ. അവരുടെ എല്ലാം കർത്താവ് മനസ്സലിയണമേ. ഈ ദിവസങ്ങളിലെ തിരുവചന കേൾവി പ്രിയ മക്കൾക്ക് അനുഗ്രഹമായി തീരണമേ. ജീവിതത്തിൽ നല്ല തീരുമാനമുണ്ടാകുവാൻ, നല്ല അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ പ്രിയ മക്കളെ ഒരുക്കണമേ. മാനവമോഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പ്രിയമുള്ളവരെ, എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലുള്ള സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശരിയായി പഠിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ?
വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.